he made this request to the Prime Minister insulted every single Indian farmer by saying he will not give a legal MSP. ഇത് കർഷകർ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടപ്പോൾ, കർഷകർ ഒരു മിനിമം താങ്ങുവില ആവശ്യപ്പെട്ടപ്പോൾ ഈ രാജ്യത്തെ എല്ലാ കർഷകരെയും എനിക്കത് നൽകാൻ പറ്റില്ല, നിയമപരമായ ഒരു മിനിമം താങ്ങുവില ഉറപ്പാക്കാനാവില്ല എന്ന് പറഞ്ഞതിലൂടെ രാജ്യത്തെ പ്രധാനമന്ത്രി എല്ലാ കർഷകരെ അപമാനിക്കുകയാണ് ചെയ്തത്. And that is why in our manifesto we have clearly stated that we are going to give the farmers of India a guaranteed legal minimum support price across the country. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്, പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ രാജ്യത്തെ ഓരോ കർഷകനും നിയമപരമായി കുറഞ്ഞ താങ്ങുവില ഞങ്ങൾ ഉറപ്പ് നൽകും എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക. But at a broader level, when we come to power in 2024, we are going to protect the farmers' interests by making sure that these type of tactics, these type of strategies are not used against the farmer. അത് മാത്രമല്ല, ഒരു വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണി 2024 അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഉറപ്പ് നൽകാൻ പോവുകയാണ് ഈ രാജ്യത്തെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരിക്കും, കർഷകർക്കെതിരെ ഈ വിധം തന്ത്രങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഇന്ത്യ മുന്നണി ഉറപ്പ് വരുത്തിയിരിക്കുന്നു. We will not allow banks, export-import policy, storage. Come. You come here. ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഈ രാജ്യത്തെ ബാങ്കുകളും കയറ്റുമതി ഇറക്കുമതി നയവും സംഭരണശാലകളും ഒരിക്കലും ഇന്ത്യയിലെ കർഷകർക്കെതിരെയുള്ള ആയുധങ്ങളായി ഉപയോഗിക്കില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. Every single country that has grown successfully has grown on the foundation of agriculture. ഈ ലോകത്ത് വിജയകരമായി വളർന്ന ഓരോ രാജ്യവും ആ രാജ്യത്തെ കൃഷിയുടെ കാർഷിക മേഖലയിലെ അടിത്തറയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. The foundation of every single successful country's power is the agricultural sector, and that has to be protected and has to be thought about as a building block, as a foundation.